മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കണ്ണൻ മഹാലക്ഷ്മിയോട് ഇങ്ങനെ പറയണം കേട്ടോ, ഞാനൊരു വീൽ ചെയറിലായില്ലേ, ഇല്ലെങ്കിൽ അവരെല്ലാവരും കൂടി സ്വാതി എൻ്റെ തലയിൽ കെട്ടിവെച്ചേനെ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. എനിക്ക് തന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയില്ലേ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്തൊക്കെ തന്നെയാണെങ്കിലും ശരി, മേഘനും അമ്മായിയും അത്ര മോശമാണെങ്കിലും സോദിയുടെ സ്വഭാവം അവരെ പോലെ തന്നെയാണ്. എങ്കിലും ശരി, അവളുടെ കല്യാണത്തിന് എന്തെങ്കിലും സഹായിക്കണം നമുക്ക് എന്നിങ്ങനെ കണ്ണൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം സീമന്തിനി വാമദേവനെയും കൊണ്ട് വന്നിരിക്കുകയാണ്. അതേ സമയം തന്നെ മേഘനാഥനും അങ്ങോട്ടേക്ക് വരികയാണ്. ഇതാ കണ്ടില്ലേ മോൻ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാനേ എൻ്റെ മോനെ ഇങ്ങനെയല്ല കരുതിയത്, അവൻ നല്ലൊരു മകനാണ്, എല്ലാവരുടെയും ജയിച്ചു വരുന്നതാണ് ഞാൻ കരുതിയിരിക്കുന്നത്. ഇതാ തോറ്റു തുന്നമ്പാടി വന്നിരിക്കുന്നു. ഇനിയെങ്കിലും അച്ഛനും മോനും കണ്ണനും മഹാലക്ഷ്മിയും തല്ലാനും കൊല്ലാനും നിൽക്കാതെ സ്വന്തം പാടിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നു. ഇതാ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവളുടെ കാര്യം നിങ്ങൾ ആലോചിക്കാനുണ്ടോ? അവനോട് ഞാൻ അന്നും പറഞ്ഞിരുന്നു ഇങ്ങനെ തെമ്മാടിത്തരമായിട്ട് നടക്കരുത് എന്ന്. ഇവൻ വേറൊരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു, അതും പോരാഞ്ഞിട്ട് അതിലൊരു കുഞ്ഞും അതും വെച്ചിട്ടാണ് അവളെ കല്യാണം കഴിച്ചത്. അവളെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ് അവളെ തലയിൽ കയറ്റി വെക്കരുത് എന്ന്. അതൊന്നും ഞാൻ പറഞ്ഞതൊന്നും ആരും കേട്ടില്ല, തലയിൽ കയറ്റി വെച്ചു. ഇപ്പം എന്തായി? ഇതാ അവൾ മറ്റൊരുത്തൻ്റെ കൂടെ പോവുകയും ചെയ്തു. അങ്ങനെ തോറ്റു തുന്നമ്പാടി എൻ്റെ മോൻ വന്ന് നിൽക്കുന്നു. ഇനി ഇതിൽ പരം എന്താ വേണ്ടത്? ഇനിയെങ്കിലും നിങ്ങളൊരു പാഠം പഠിച്ചോളിൻ എന്നിങ്ങനെ സീമന്തിരി രണ്ടുപേരോടായിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. അതേസമയം സീമന്തിരി സൗദിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി നിൻ്റെ അച്ഛൻ്റെ ജീവിതം ഇങ്ങനെയാണ്, വീൽ ചെയറിലാണ് എന്നിങ്ങനെ പറയും. അത് കേൾക്കുമ്പോൾ വാമദേവൻ ആകെ സങ്കടം വരികയാണ് കേട്ടോ. എടി നീ ഞങ്ങളെങ്ങനെ പഴിച്ചിട്ട് കാര്യമില്ല, കണ്ണനെ പോലെ തന്നെ ആയി മോളെ, ഞാനും ഇനി വീൽ ചെയറിലാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപൻ വാമദേവനെ ഫോൺ ചെയ്യണം കേട്ടോ. ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ എന്തായി എന്നറിയാം. എടാ ഞാൻ വീട്ടിലെത്തി, ഞാനിപ്പോൾ കണ്ണനെ പോലെ തന്നെയാണ്, വീൽ ചെയറിലാണ്. ഇനി മുതൽ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു. കാരണം ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ സാധാരണ ഒരു സ്ത്രീയല്ല. നിനക്കവൾ നിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇതുവരെയും മനസ്സിലായില്ലേ? അവളെ എന്തോ ഒരു അത്ഭുത സിദ്ധിയുള്ളവളാണ്. അവളെ ഞാൻ കൊല്ലാൻ നോക്കി, ഇതപ്പം എങ്ങനെയായി? ഇനി ഞാനും എൻ്റെ മകനും ഒരു തരത്തിലും ഇനി അതിന് നിൽക്കുന്നില്ല. നീയും അതുപോലെ തന്നെയാണ്, ഒന്നിനും നിൽക്കരുത് എന്നിങ്ങനെ പറയണം. അവൾ നിൻ്റെ കൂടെ ഇരുന്നിട്ടും നിനക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനാകെ ഇത് എന്താ അത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. പ്രതാപം ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, മഹാലക്ഷ്മിയുടെ കാര്യങ്ങൾ. ശരിയാണ് വാമദേവൻ പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് ഫോൺ വെക്കുകയാണ്. മേഘനാഥനാകെ ദേഷ്യവും അരിശവും കൊണ്ടിങ്ങനെ നിൽക്കുന്നു കേട്ടോ. പിന്നീട് സാഗറും മഞ്ജുവും കൂടിയിട്ട് മാർക്കോ പറഞ്ഞല്ലോ എന്തായാലും കണ്ണനെ മഹാലക്ഷ്മിയും കാണണമെന്ന്. അവരങ്ങനെ കണ്ണനെയും മഹാലക്ഷ്മിയും കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. മഹാലക്ഷ്മിയുടെ ഓഫീസിലാണ് പോവുക. മഞ്ജു ആദ്യം മഹാലക്ഷ്മിയെ കണ്ടതും ഒരു സന്തോഷം തോന്നുന്നു കേട്ടോ. മഹാലക്ഷ്മിക്ക് മഞ്ജുവിനെ മാത്രം കാണുന്നത്, പക്ഷേ കൂടെ തന്നെ സാഗറയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ മഹാലക്ഷ്മിയുടെ മുഖം ആകെ വെലിഞ്ഞു മുറുകയാണ് കേട്ടോ. കാരണം അതേ ഓഫീസിലിട്ടിട്ടാണ് മഹാലക്ഷ്മിയെ അവൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അത് കണ്ടതും അങ്ങനെ ദേഷ്യം വന്ന് വെലിഞ്ഞു മുറുകയാണ് കേട്ടോ. എന്താ നീ വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാൻ ഏടത്തിയുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. ആരുടെ അനുഗ്രഹമല്ല, സ്വന്തമായി ജീവിച്ച് കാണിക്കണം, അതാണ് വേണ്ടത് എന്നിങ്ങനെ പറയണം. നിനക്കെന്നാലും ഇവനെ തന്നെ കിട്ടിയുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ സാഗരേട്ടൻ പഴയ പോലെ അല്ല ഏടത്തി, ഞാൻ ഏടത്തിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, എനിക്ക് അനുഗ്രഹിക്കാനൊന്നും പറ്റില്ല എന്നിങ്ങനെ പറയണം. സാഗരേട്ടൻ ചെയ്തതൊക്കെ മാപ്പ് എന്നിങ്ങനെ മേഡത്തിനോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് മേഡം, അതിനെന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയണം. നിൻ്റെ ക്ഷമ ആർക്ക് വേണം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു ആകെ വിഷമത്തോട് കൂടിയിട്ട് കണ്ണൻ്റെ അവിടേക്ക് പോകണം കേട്ടോ. കണ്ണനും ഇതേപോലെ കണ്ണനും സാഗറെ കണ്ടതും കലി തുള്ളി നിൽക്കുകയാണ് കേട്ടോ. നിന്നോട് ആരാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. നിനക്ക് ഇവനെന്നെ കിട്ടിയുള്ളൂടി, വേറെ ആരെയും കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ഏട്ടാ വീട്ടിൽ പോയ അമ്മയും ഉണ്ണിയേട്ടനും കരുണയെടുത്തിയും എല്ലാവരും എന്നെ പറഞ്ഞയക്കുകയാണ്. ഞങ്ങൾക്ക് ആരുമില്ല, അതുകൊണ്ടാണ് ഞാൻ ഏട്ടനെയും ഏടത്തെയും ഇവിടെ അടുത്തേക്കും വന്നത്. ഏട്ടൻ തള്ളി പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്നിങ്ങനെ പറയണം. എനിക്കൊരിക്കലും ഇവനെ അനുഗ്രഹിക്കാനോ അതുപോലെ സ്വീകരിക്കാനോ കഴിയില്ല. ഇനി മേലിൽ നീ ഇവനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരരുത്, ഇവൻ അതിലേറെ കൊള്ളരുതാത്തവനാണ് എന്നിങ്ങനെ
സാഗറെ ആക്ഷേപിച്ച് പറയണം കേട്ടോ. അതേസമയം മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ട അങ്ങനെയൊന്നും അല്ല, സാഗരേട്ട ഇപ്പം നല്ല പോലെയായി, സാഗരേട്ട എങ്ങനെയെങ്കിലും വളയം പിടിച്ചിട്ടെങ്കിലും എന്നെ നോക്കിക്കോളും എന്നിങ്ങനെ പറയണം കേട്ടോ. എടാ, നീ ഇവിടുത്തെ സ്വത്ത് കണ്ടിട്ടാണ് എങ്കിൽ മഞ്ജുവിന് ഒരു തരി പൊന്നോ ഒരു നുള്ളു പൈസയോ ഞാൻ തരില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സാഗർ ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണൻ സാർ എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകളാണ്. ഞാൻ മഞ്ജുവിനെ പൂർണ്ണമായിട്ടാണ് സ്നേഹിച്ചിരിക്കുന്നത്, അവളെ ഞാൻ പൊന്നുപോലെ നോക്കും, ഒരു സ്വത്തും പണവും കണ്ടിട്ടല്ല. മഞ്ജുവിനെ ഞാൻ എന്തായാലും എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഞാൻ നോക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിനാകെ സങ്കടം വരികയാണ് കേട്ടോ. സാഗറെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യണം. അതേസമയം മഞ്ജു പറയണ കണ്ണനോട്, കണ്ണേട്ട ഞാൻ ഇങ്ങനെ കരുതിയില്ല, കണ്ണേട്ടൻ വീട്ടിൽ പോയ അമ്മയെ പോലെ തന്നെ കണ്ണേട്ടനുമായി, അത് സാരമില്ല, പക്ഷേ ഞങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. ഞാൻ കണ്ണേട്ടൻ്റെ ഒരു പൊട്ട് സ്വത്തിനോ അല്ലെങ്കിൽ പൈസയ്ക്കോ ഒന്നിനും വേണ്ടിയിട്ട് ഇനി മേലിൽ ഈ അനിയത്തി വരില്ല, അത് ഉറപ്പായ കാര്യമാണ്. സാഗറേട്ട് എന്നെ വല്ല ഡ്രൈവർ പണി ചെയ്തിട്ടും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം, പക്ഷേ മാർക്കോ പറഞ്ഞത് കാരണമാണ് ഞാൻ നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നത്. ഇനി മേലിൽ ഈ അനിയത്തി ഒരിക്കലും നിങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞതിന് ശേഷം നിറകണ്ണുകളോട് കൂടിയിട്ട് സാഗറും മഞ്ജുവും കൂടി കണ്ണൻ്റെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ്.